Okay, so നമ്മൾ ഒരാഴ്ചയുടെ ബ്രേക്കിന് ശേഷം we will start with a new session. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലേഷനിലാണ്. So that we PPT open ചെയ്ത് വെച്ചാൽ കൺഫ്യൂഷൻ. Okay, fine. Let me share my screen. Share screen. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ, സോ ഞാൻ TV സീരിയൽ പോലെ പേര് കൊടുത്തു, സെഷൻ 2 എപ്പിസോഡ് 1. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, പിന്നീട് പോയി ബാക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്, അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. സോ ആസ് യൂഷ്വൽ വാറൻ ബഫറ്റ് ഒരു കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വളരെ 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 നോർമൽ. ഞാൻ ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ട്, ആക്ച്വലി ദർശനയുടെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോ പുള്ളി പറഞ്ഞു, ഞാൻ കുറെ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തു, കുറെ എണ്ണത്തിൽ ലാഭം കിട്ടി, അത് ഞാനെല്ലാം എക്സിറ്റ് ചെയ്തു, പിന്നെ കുറെ എണ്ണം നഷ്ടത്തിലാണ്, അതിപ്പോഴും ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. സോ ആൻഡ് ദിസ് ഈസ് എ ക്രോണിക് പ്രോബ്ലം. എല്ലാവരും ഞാനിപ്പോ കേൾക്കുന്നില്ല, ഞാൻ 20 കൊല്ലം അല്ല 15 കൊല്ലം മുന്നേ തന്നെ എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ഞാൻ ഇത്ര പൈസ ഉണ്ടാക്കി സ്റ്റോക്ക് എന്ന് പറയും. ഓക്കെ ഫൈൻ, ഞാൻ ആദ്യമൊക്കെ നല്ല കാര്യം എന്നൊക്കെ പറയും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഇങ്ങനെ കൂടുതൽ സംസാരിക്കുമ്പോൾ അവർ പറയുക, ഞാൻ 10 സ്റ്റോക്ക് വാങ്ങിച്ചു, 3 എണ്ണത്തിൽ പൈസ ഉണ്ടാക്കി, അതൊക്കെ ഞാൻ എക്സിറ്റ് ചെയ്തു, 4 എണ്ണത്തിൽ വലിയ പൈസ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, 3 എണ്ണത്തിൽ ഭയങ്കര നഷ്ടമാണ്, അത് നന്നാകട്ടെ എന്നിട്ട് വിൽക്കാം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പറയുക. സോ ഇൻവെസ്റ്റിംഗിൽ ഒരു ഫണ്ടമെന്റൽ മിസ്റ്റേക്ക് ആണ് ഇത്. അതായത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ദ റീസൺ വൈ സം സ്റ്റോക്സ് ആർ ഡൂയിങ് ഗുഡ് ഈസ് വെരി സിമ്പിൾ. ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം എടുക്കുക, ഒരു 10 കൊല്ലം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി. ആൻഡ് ഓബ്വിയസ്ലി ദ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി മാർക്കറ്റ് കാണും, എത്ര ഇപ്പൊ ഹെൽത്തി ആണോ, ഇനിയും ഒരു 5-10 കൊല്ലം പ്രോഫിറ്റബിൾ ആയിരിക്കുമോ എന്നൊക്കെ മാർക്കറ്റിൽ എസ്റ്റിമേറ്റ് ഉണ്ടാവും. പക്ഷെ മോസ്റ്റ് ഓഫ് മോർ ദാൻ 60-70% വെയിറ്റേജ് ഈസ് ടു ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദാറ്റ് കമ്പനി. ഇപ്പൊ ഒരു സ്റ്റോക്ക് ഈസ് നോട്ട് ഡൂയിങ് വെൽ എന്ന് പല റീസൺ കാണും. ഐ മീൻ ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് മാർക്കറ്റ് സെന്റിമെന്റ്. ഫോർ എക്സാമ്പിൾ ITC, നമ്മുടെ സിഗരറ്റ് കമ്പനി, ഒരു 6-7 കൊല്ലമായിട്ട് വളരെ മോശമായിരുന്നു പെർഫോമൻസ്. ഓൾമോസ്റ്റ് എല്ലാവരും, ആളുകളൊക്കെ കളിയാക്കാൻ തുടങ്ങി, എന്താണ് ITC 200 രൂപയുടെ നോട്ടാണോ കറൻസി ആണെന്ന് പറയുന്നത്. കാരണം 200 രൂപയിൽ അത് കുറെ കാലം 3-4 കൊല്ലം 200, 210, 230 അങ്ങനെ 190 അങ്ങനെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ കളിയാക്കാൻ വരെ തുടങ്ങി, 200 രൂപയുടെ നോട്ടാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കഴിഞ്ഞൊരു 15 മാസം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും നല്ല പെർഫോമൻസ് വന്ന ഒരു സ്റ്റോക്കാണ് ITC. ഏകദേശം 230, 40, 350, 370 എന്തോ വരെ പോയി. പക്ഷെ മാർക്കറ്റ് അങ്ങനെയാണ് ബിഹേവ് ചെയ്യുക. സോ വി കാൻ പ്രെഡിക്ട് വെൻ ഇറ്റ് വിൽ ഗോ അപ്പ് ഓർ ഡൗൺ. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ഈവൻ ITC ഫോർ എ ലോങ് ടേം പീരീഡ്, ഒരു 10 കൊല്ലം നോക്കുമ്പോൾ അതിന്റെ ഹെൽത്ത്, ഐ മീൻ ലിറ്ററലി ഇറ്റ് ഇസ് എ ഹെൽത്ത് ഓഫ് ദറ്റ് കമ്പനി. ദാറ്റ്സ് വാട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് ലുക്കിംഗ് ഫോർ. അതായത് ഞാൻ ഇന്ന് പോയി, ഫോർ എക്സാമ്പിൾ, നമ്മള് വിരാട് കോഹ്ലി എന്നൊരു ബാറ്റ്സ്മാനെ നമ്മൾ ഫണ്ട് ചെയ്യാന്ന് വെക്കുക. അതായത് വിരാട് കോഹ്ലി ക്രിക്കറ്റ് കളിക്കുന്നു, ആ പുള്ളിക്ക് എന്താ പറയാ പ്രാക്ടീസ് ചെയ്യാനും കോച്ചിന് കൊടുക്കാനും കിറ്റ് വാങ്ങിക്കാനും ഒക്കെ പൈസ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഫണ്ട് ചെയ്യുന്നത് രണ്ട് കാര്യത്തിലാണ് നമ്മൾ ഫണ്ട് ചെയ്യുക. ഒന്ന്, നമ്മൾ പാസ്റ്റ് ഡേറ്റ നോക്കും, അവൻ എത്ര നന്നായി കളിച്ചിട്ടുണ്ട്, ബാറ്റിംഗ് ഏവറേജ് എത്ര, സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്, എത്ര 50, 100 ഇങ്ങനെയൊക്കെ നോക്കും. അത് ദാറ്റ്സ് വൺ ഡേറ്റ. Second data is how good he can do for how long. For example, വിരാട് കോഹ്ലിയും ധോണിയും ഇപ്പൊ എടുത്തു നോക്കിയാൽ ധോണിയുടെ റെക്കോർഡ് ഇപ്പോഴും വളരെ അടിപൊളിയായിരിക്കും. ഇന്റർനാഷണൽ ലെവലിൽ ധോണി വിൽ ഹാവ് സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റെക്കോർഡ്സ്. പക്ഷെ ഇന്ന് ആരെങ്കിലും ധോണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാവില്ല. There will be nobody to invest on, or very few people to invest on Dhoni, because Dhoni is already 40-41. I mean, typically ക്രിക്കറ്റിലൊക്കെ പറയുമ്പോൾ 35 കൂടുതൽ ഇന്റർനാഷണൽ ലെവലിൽ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. 30 കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. 35 is kind of 60 years in normal life. So he is already 40+. So അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറില്ല. സോ ഫ്യൂച്ചറിന് മാർക്കറ്റ് ഒരു നല്ല വെയിറ്റേജ് കൊടുക്കും. പിന്നെ വാട്ട് ഇസ് ദ പാസ്, വാട്ട് ഇസ് ദ ക്രെഡിബിലിറ്റി, റൈറ്റ്? ഇപ്പൊ നമ്മൾ പലരും ചെയ്യുന്നത്, ഞാനൊരു തെറ്റായ ഡിസിഷൻ എടുത്തു, അത് ഞാൻ എപ്പോഴെങ്കിലും, അതായത് വി ആർ ജസ്റ്റ് ഹോപ്പിംഗ് ദാറ്റ് എപ്പോഴെങ്കിലും അത് ശരിയാവും, എന്നിട്ട് ഞാൻ വിൽക്കാം ഉള്ള രീതിയിലാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് എ വെരി റോങ് കൈൻഡ് ഓഫ് എ personal investment, what you call hypothesis.
ഞാനും ചെയ്തിട്ടുണ്ട്. ഐ മീൻ എന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ, ഞാൻ 2008 റിലയൻസ് വാങ്ങിക്കാൻ തുടങ്ങിയത്. 2008 വാങ്ങിച്ചിട്ട് പിന്നെ മാർക്കറ്റ് അടിച്ചു, നന്നായി വീണു റിലയൻസ്. പിന്നെ റിലയൻസ് അടുത്ത 10 വർഷം ആക്ച്വലി ചത്തു കിടക്കായിരുന്നു. ഓൾമോസ്റ്റ് 2%, 3% ഒക്കെ റിട്ടേൺസിൽ ആയിരുന്നു ആ ഹോൾ 10-year പീരീഡ്. ഞാൻ പിന്നെ എന്നെ തന്നെ പറഞ്ഞിങ്ങനെ ധൈര്യപ്പെടുത്തിയില്ല, റിലയൻസ് ആവും എന്നൊക്കെ കുറെ ഡാറ്റ നമ്മൾ ഭയങ്കര ബയസ്ഡ് ആവും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡും ബയസ്ഡും ആവും. അതായത് റിലയൻസിന്റെ ക്യാപിറ്റൽ സൈക്കിൾ തുടങ്ങിയത് ഏകദേശം 2012-13 ആ ടൈമിലാണ്. അതായത് ദേ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഹ്യൂജ് ഓൺ ദ റിഫൈനറീസ്. ഇപ്പോ എന്റെ അറിവില് ലോകത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റിഫൈനറീസ് ഇൻ ജാംനഗർ, റൈറ്റ്? ദാറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ്. അതപ്പോൾ അവർ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ജിയോ. അപ്പോ ഞാൻ പൈസ പോലെ മുടക്കിയതല്ലേ, അപ്പൊ എനിക്ക് വല്ല ജസ്റ്റിഫിക്കേഷൻ വേണ്ടേ? അപ്പൊ ഇതൊക്കെ ബുക്കും വീഡിയോ ഒക്കെ കാണുമ്പോൾ അവർ പറയും അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്, ഇത് ഇൻവെസ്റ്റ്മെന്റ് സൈക്കിളാണ്, അത് 3 കൊല്ലം പിടിക്കും, 4 കൊല്ലം പിടിക്കും, 5 കൊല്ലം പിടിക്കും എന്നൊക്കെ പറഞ്ഞു. 3 കൊല്ലായി, 4 കൊല്ലായി, 5 കൊല്ലായി. Stock didn't move anywhere. In fact, there was times where it was negative also. പക്ഷേ ഓഫ് കോഴ്സ് പുള്ളിയുടെ കണക്കുകൾ ശരിയായി. ബോത്ത് ഓയിലും പിന്നെ ജിയോവും റീറ്റെയിലും ഓൾ 3 ആക്ച്വലി ക്ലിക്ക് ഫോർ ഹിം. ഇൻ ദ സെൻസ് ഇപ്പൊ റിലയൻസിന്റെ മാർക്കറ്റ് ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു $200 ബില്യൺ ആണ് റിലയൻസിന്റെ മാർക്കറ്റ് ക്യാപ്പ്. അതായത് 2 ലക്ഷം കോടി എന്തോ. അതില് ഓയിൽ ആൻഡ് ബിസിനസ്സിലാണ് അവർക്ക് ഇപ്പോഴും 60-70% ലാഭം വരുന്നത്. പക്ഷെ മാർക്കറ്റ് അതിലേക്ക് കൊടുത്തിരിക്കുന്ന എന്താ പറയാ കൊടുത്തിരിക്കുന്ന മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 4-5 ലക്ഷം ഉള്ളൂ, അല്ല 40-50 ലക്ഷം ഉള്ളൂ. ജിയോനും റീറ്റെയിലും ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് മാർക്കറ്റ് കൊടുക്കുന്നത്. അതിപ്പോ വലിയ ലാഭകരമൊന്നും അല്ല. പക്ഷെ മാർക്കറ്റ് തിങ്സ് ദേ വിൽ മേക്ക് ലോട്ട് ഓഫ് മണി ഇൻ ദോസ് ടു ഏരിയ, റൈറ്റ്? സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനത് എന്താ പറയാ വളരെ കണക്കുകൂട്ടി കറക്റ്റായിട്ട് ചെയ്തതാണോ? നോ, ഇറ്റ് വാസ് നോട്ട്. ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് പേഷ്യൻസ് ആൻഡ് എ സിഗ്നിഫിക്കന്റ് ലക്ക്. പക്ഷെ മാർക്കറ്റ് ഇങ്ങനെയാണ്. സോ ഐഡിയലി ഐ ഷുഡ് ഹാവ് സോൾഡ് ഓഫ് റിലയൻസ് ലോങ് ബാക്ക്. ഇതാണ് ചുരുക്കം പറയുകയാണെങ്കിൽ, റിലയൻസ് ഐ ഷുഡ് ഹാവ് സോൾഡ് ഓഫ് ലോങ് ബാക്ക്. അതിന് 2012-ലോ 2013-ലോ എവിടെയാണോ അപ്പൊ വിട്ടിട്ട് പിന്നീട് മേ ബി ഒരു ബൈ വരുമ്പോൾ അവരുടെ ക്യാഷ് ഫ്ലോ ഒക്കെ ഇംപ്രൂവ് ചെയ്യുമ്പോഴാണ് വേണ്ടത്. സോ സിമ്പിൾ റൂൾ, ഇഫ് സംതിങ് ഈസ് നോട്ട് ഡൂയിങ് വെൽ, give it whatever time you want, 2 year, 3 year, 4 year, whatever time you want, then it is best to exit. കാരണം ഈ ഒരിക്കൽ മോശമായി ചെയ്യുന്ന അസറ്റ് ക്ലാസ് പിന്നീട് തിരിച്ചു വരിക, അല്ല അസറ്റ് ക്ലാസ് അല്ല, ഒരു സ്റ്റോക്ക് ഒക്കെ ആകുമ്പോൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. മോശമായി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പോസിറ്റീവ് മൊമെന്റം കുറഞ്ഞു, എസ്പെഷ്യലി ലാർജ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ മൊമെന്റം കുറഞ്ഞ് അവർക്ക് തിരിച്ചു വരാൻ തന്നെ ആ ഇനീഷ്യ തന്നെ വളരെ 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 കൂടുതലായിരിക്കും. ഞാനിത് പേഴ്സണലി ഞാൻ ഇൻഫോസിലുള്ളപ്പോൾ കണ്ടതാണ്. ഏകദേശം ഒരു 2010-13 വരെ ഐ മീൻ ഇൻഫോസ് എന്ന് പറയുന്ന ബിസിനസ് തന്നെ സ്റ്റേറ്റ് ഇൻ ദ സെൻസ് ആ സിഇഒയുടെ ഹി വാസ് കംപ്ലീറ്റ്ലി ക്ലൂലെസ്. ഒരുപാട് പൈസ ചെലവാക്കാൻ തുടങ്ങി, കസ്റ്റമർ സ്റ്റാർട്ടഡ് ലീവിങ്, ഓൾ ദിസ് തിങ്സ്, റൈറ്റ്? സോ വെരി സിമ്പിൾ റൂൾ, put always a timeline. You can always extend it by 6 months, 1 year വേണമെങ്കിൽ, but put this is my time to exit anything, whatever you put. ഒരു ലൈൻ വേണം, എവിടെയാണ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്ന ഒരു ലൈൻ വേണം. എസ്പെഷ്യലി ദിസ് ഇസ് ഇമ്പോർട്ടന്റ് ഇൻ എ സ്റ്റോക്ക്. ഇത് വിൽ ബി അപ്ലിക്കബിൾ ടു റിയൽ എസ്റ്റേറ്റ് ഓൾസോ ടു എ ലാർജ് എക്സ്റ്റെന്റ്. ഗോൾഡിൽ ഇല്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ ഗോൾഡിന്റെ സൈക്കിൾ വളരെ ലോങ് ആണ്. ഇറ്റ് ബി 10, 20, 30 year cycle. So gold cycle is probably we can leave gold. Anyway, fixed income is applicable alla. The fixed income anyway you have to keep getting some income on a yearly basis. Now innathe topic inflation. So inflation is very 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 simple. Inflation എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതന്നെയാണ്. കഴിഞ്ഞ കൊല്ലം ഞാനൊരു സാധനം എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചു, ഇക്കൊല്ലം അതിന്റെ വില എത്ര രൂപ കൂടി. That's the measure in which that's how inflation is measured. വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ കൊല്ലം 1 കിലോ അരിക്ക് 30 രൂപ കൊടുത്തു, ഇക്കൊല്ലം 1 കിലോ അരിക്ക് 33 രൂപ. അത് പെർസെന്റേജ് ടേംസ് 10% ഇൻഫ്ലേഷൻ ആണ്. First question is it good or bad? So if I have to give a black and white answer, it is actually good. If I want to give a complicated answer, it depends, right? So ഇന്ന് ഞാനൊരു വീഡിയോ ആണായിരുന്നു. ലെബനനിലെ ഇൻഫ്ലേഷൻ കഴിഞ്ഞ മാസം മാർച്ചിൽ ഇൻഫ്ലേഷൻ 264%. അർജന്റീനയിലെ ഇൻഫ്ലേഷൻ 104% സംതിങ്. ശ്രീലങ്കയും പാകിസ്ഥാനിലൊക്കെ 35%, റൈറ്റ്? അപ്പൊ വാട്ട് ഹാപ്പൻസ് ഈസ് ഇൻഫ്ലേഷൻ ഇങ്ങനെ വളരെ വലിയ സംഖ്യ, എസ്പെഷ്യലി when it goes into double digits, the price of commodity and good goes up in this way.
അതായത് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം 100 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം 100% ഇൻഫ്ലേഷൻ ഈ വർഷം 200 രൂപയാകും. പക്ഷേ the rate of increase of salaries do not happen that way. അത് 10% ആവാം, 15% ആവാം, ചിലപ്പോൾ 20 ആവാം, ചിലപ്പോൾ 25 ആവാം, പക്ഷെ ഒരിക്കലും 100 ആവില്ല. അതായത് ഞാൻ പറയുന്നത് ഒരു ഇഫ് യു ടേക്ക് ദ ഹോൾ ആവറേജ് റൈറ്റ്, ദർ മേ ബി സം പീപ്പിൾ വളരെ നിഷായിട്ട് കുറച്ച് പേര് 100 കൂടുതൽ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടാവും, അല്ല കൺസൾട്ടിങ്ങോ അല്ലെങ്കിൽ വല്ല പ്രോഡക്റ്റുകാരൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും, ബട്ട് ദാറ്റ്സ് എ വെരി റെയർ കേസ്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ജനറൽ ആവറേജ് ഇറ്റ് വിൽ ബി വേ ബിലോ ദ പ്രൈസ് ഓഫ് ദ പ്രൈസ് ഇൻക്രീസ്. സോ വാട്ട് ഇസ് ദ പ്രോബ്ലം വിത്ത് ദിസ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് രണ്ട് എന്താ പറയുക കാറ്റഗറി ഓഫ് പീപ്പിൾ എടുക്കാം. പുവർ പീപ്പിൾ ആൻഡ് എബവ് പുവർ, റൈറ്റ്, ഈവൻ മിഡിൽ ക്ലാസ് എബവ്. പുവർ പീപ്പിൾ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കണക്ക് പ്രകാരം ഏകദേശം 50% അവരുടെ ചെലവ് ഫുഡിലാണ്. ഇറ്റ്സ് നോട്ട് ഈവൻ എനിത്തിങ് എൽസ്, ഫുഡ്, ഓൺലി ഫുഡ്. ഐ മീൻ ടു ബി പ്രിസൈസ് 46 എന്ന് പറഞ്ഞു, പക്ഷേ let us assume it is 50%, right? So what happens if inflation goes up by 100%? അപ്പൊ ഈ ഫുഡിന്റെ വില 50 എന്നുള്ളത് 100 ആയി. So they are earning only 100, or let us assume they got some hike, they got 110, right? അപ്പോ അവരുടെ ഓൾമോസ്റ്റ് കയ്യിലുള്ള എല്ലാ പൈസയും ടു സർവൈവ് ആയി മാറി. യു കാൻ സെൻഡ് കിഡ്സ് ടു സ്കൂൾ, യു കാൻ ബൈ ക്ലോത്ത്സ്, യു കാൻ ഹാവ് പ്രോബബ്ലി വല്ല ഫാനോ വല്ല എ സിയോ ഒന്നും വാങ്ങിക്കണമെങ്കിൽ ചൂടുള്ള യു കാൻ ഡു എനിത്തിങ്. So literally what happens is the inflation beyond as I said, ഇപ്പോൾ ഡബിൾ ഡിജിറ്റിൽ കൂടുതൽ പോയാൽ it will hit the poorest of poor extremely hard. Extremely hard എന്ന് ഞാൻ പറയുന്നത് you have to look from a long term. ഒരു ബിലോ മിഡിൽ ക്ലാസ്, ഈവൻ എ ലോവർ മിഡിൽ ക്ലാസ്, ഇഫ് ദേ വാണ്ട് ടു, ഞാനിപ്പോ ചെന്നൈയിലാണ്, എൻ്റെ ഇവിടെ ഒരു മെയ്ഡ് വരുന്നുണ്ട്, അവർക്ക് 3 മക്കളാന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നിട്ട് കുറെ കരച്ചിലായിരുന്നു. അവര് പറഞ്ഞു 3 മക്കള്, അവരിന്നിട്ട് ആ ബാഗ് മാത്രമേ വാങ്ങിക്കുള്ളൂ, ഈ കളറിൽ മാത്രമേ ബാഗ് വാങ്ങിക്കുള്ളൂ, സ്കൂളിൽ പോകാനാണ്. അവര് ഇപ്പോ സ്കൂൾ അടച്ചു അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ ആണ്. അതിന് സാർ 10,000 രൂപയാണ്, എങ്ങനെയാണ് ഞാൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കരയുന്നുണ്ടായി. So this is the reality in life. So when a poor family or a below average income family gets hit by this kind of this thing, obviously they have to borrow. I mean, there is nothing else they can do. They have to borrow. പക്ഷെ ബോറോയിങ്ങിലും they have to pay a very high interest. അപ്പോൾ ഇത്രത്തോളം എന്താ പറയാ ഇൻഫ്ലേഷൻ ഉള്ളപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. ചിലപ്പോൾ 100% ഒക്കെ ഉണ്ടാവും, പക്ഷെ ലോജിക്കലി ഇറ്റ് മേ ബി 20, 30, 40%. സോ വളരെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. So if this goes on for 1 or 2 or 3 years, what they will end up is they will end up borrowing a huge amount, which it will take them 5 to 10 years to pay back. അപ്പൊ ഇതെന്ത് പറ്റുന്ന പറഞ്ഞാൽ അവരുടെ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ കൂടുതൽ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് ഇറ്റ് ബി വെരി ഡിഫിക്കൽട്ട്. ദേ വിൽ എൻഡ് അപ്പ് ഇൻ ബീയിങ് എ പുവർ എറ്റേണലി, റൈറ്റ്? സോ ഇൻഫ്ലേഷൻ ഈസ് സോ ക്രിട്ടിക്കൽ. അതായത് ഒരു രാജ്യത്തിന്റെയോ ഒരു സ്റ്റേറ്റിന്റെയോ വാട്ട് എവർ യു മെഷർ, പെർ ക്യാപിറ്റ GDPയും ഇൻഫ്ലേഷൻ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. On long term, only these 2 things will matter. Nothing else will matter. ഇത് രണ്ടും, if the government is able to manage decently well, the country will do very well on long term. If these 2 are screwed up, the country will lose generations of life. 10, 20, 30, 40, 50, ചിലപ്പോൾ 100 കൊല്ലം വരെ they will end up losing, especially poor. Poor എന്ന് പറയുമ്പോൾ ഞാൻ മിഡിൽ ക്ലാസിന്റെ താഴെയുള്ള വരാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും കാരണം വളരെ ഇൻസിസ്റ്റ് ചെയ്യാനുള്ള, ഈ പുവറിന്റെയും ലോവർ മിഡിൽ ക്ലാസ് ഇൻസിസ്റ്റ് ചെയ്യാനുള്ള റീസൺ, ഞാൻ ഫസ്റ്റ് നമ്മുടെ സെഷനിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് 70, more than 3/4 of the people are in that category. അപ്പോൾ നമ്മളൊക്കെ വി ആർ എക്സ്ട്രീംലി ലക്കി പീപ്പിൾ. എന്ത് തന്നെ ആയാലും നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചു, കഴിവുണ്ട്, അത് ജോലി പിടിച്ചു എന്നൊക്കെ പറയാം. ദാറ്റ് ഇസ് ഗുഡ്. വി ഹാവ് ഡൺ ഹാർഡ് വർക്ക്, നത്തിങ് റോങ് വിത്ത് ദാറ്റ്. ബട്ട് ഓൾസോ വി ആർ എക്സ്ട്രീംലി ലക്കി പീപ്പിൾ. നമ്മൾ തന്നെ എഞ്ചിനീയറിംഗ് ഒരു 10 or 15 വർഷം മുന്നേ ചെയ്തതാണെങ്കിൽ we probably will not be in this position because there was very hardly any job in India. So ipo what happens to that above poverty, right? അതിങ്ങനെ സ്ലോലി ഡിമിനിഷ് ആവും. അതായത് ഇപ്പോൾ ഏറ്റവും മുകളിലുള്ളതിന് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് പൈസ കൂടുതൽ ചിലവാക്കുന്ന നത്തിങ് വിൽ ഹാപ്പൻ. ടോപ്പ് 1, 2, 3% വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാവില്ല. അതിന്റെ താഴെ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഐ എം ദ ടോപ്പ് 10% എന്ന് പറഞ്ഞാൽ, if I want to put my kid in a private college or I want to send him to
a very good university, അതിന് ചെയ്യാൻ പറ്റില്ല. I may have to send them to a average or a government college, whatever it is, where the fees are low. Yeah, I'm not saying average college is bad. I'm just saying fees, affordability with fees will be lower. So at the we can imagine what will happen. So each step you go down in that pyramid, in the financial wealth pyramid, your ability to make your next generation better will significantly come down. It will deteriorate significantly. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ യുഎസിലും യൂറോപ്പിലും അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. കാരണം they are all, I mean, more than 75% of the people are above middle class എന്നൊക്കെ പറയാം. So അവർക്ക് ഇത് ഇങ്ങനെ ഇമ്പാക്ട് ആവില്ല. അവരുടെ systems are all set. They don't have to spend huge amount of money on these things and all. So they will somehow figure out, or even worst case, they can borrow and do it. കാരണം അവിടുത്തെ എന്താ പറയാ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ 2%, 3% അപ്പൊ ബോറോയിങ് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. സോ 3% ഫോർ എക്സാമ്പിൾ യു ബോറോഡ് ഇൻ 3% ഇൻട്രസ്റ്റ് റേറ്റ്, 72 റൂൾ ഞാൻ പറഞ്ഞു, 72/3 എന്ന് പറഞ്ഞാൽ 36 കൊല്ലം കഴിഞ്ഞാല് ആ എമൗണ്ട് ഡബിൾ ആവും. കഴിഞ്ഞ 1 ലക്ഷം രൂപ ബോറോ ചെയ്താൽ 36 കൊല്ലം കഴിഞ്ഞിട്ട് ആ എമൗണ്ട് 2 ലക്ഷം ആവുള്ളൂ. ഇഫ് ഐ എം നോട്ട് പേയിങ് ഫോർ 36 ഇയേഴ്സ്, റൈറ്റ്? നമ്മളിവിടെ 10% ബോറോ ചെയ്താൽ 7 കൊല്ലം കൊണ്ട് ഡബിൾ ആവും. So if you have to pay that money in say 14-15 years, you have to pay 4 times, right? അവിടെ ഉള്ളവർക്ക് അങ്ങനത്തെ കുറെ ബെനിഫിറ്റ് ഉണ്ട്. So in summary, inflation is much, I mean, inflation നമ്മൾ I don't think either government or individuals as us are giving enough importance, because ഇത് എൻ്റെ ഭാഷയിൽ ഡയബറ്റിക് പോലെയാണ്. It will not kill you the day it comes. It's not a cancer or something that will kill us in 1 month, 2 months, 6 months at all. It acts very slowly, but it has very bad consequences over a long period of time, that it not only impacts you as an individual or you and your spouse or whatever it is, it also impacts your next generation. Adana valare 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 important. The underlying thing is it will impact the next generation if things are not done well. Then other sad thing with inflation is inflation the inertia valare kududalanu. When I say inflation inertia is very big, inflation കുറയ്ക്കാൻ, ഓക്കെ, ലെറ്റ്സ് അസ്യൂം ഞാൻ തുടങ്ങിയത് ഇൻഫ്ലേഷൻ നല്ലതാണോ ചീത്തയാണോ എന്ന് തുടങ്ങിയത്. ലെറ്റ് മി ഗോ ടു ദ അതർ എക്സ്ട്രീം. വാട്ട് ഇഫ് ഇൻഫ്ലേഷൻ ഈസ് നെഗറ്റീവ്? എന്ത് പറ്റും? വളരെ സിമ്പിൾ ആണ്, കോൺസെപ്റ്റ് ഈസ് വെരി സിമ്പിൾ. ഇൻഫ്ലേഷൻ എങ്ങനെയാണ് നെഗറ്റീവ് ആവുക? ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വില കുറയുന്നു. അതായത് ഞാൻ ഇന്ന് പോയി ഒരു ടിക്കറ്റ് എടുത്തു, പാലക്കാട് നിന്ന് ഐ എം ഗോയിങ് ടു ട്രിവാൻഡ്രം, ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ഫോർ സിംപ്ലിസിറ്റി, എനിക്ക് എക്സാക്ട് എമൗണ്ട് അറിയില്ല, ലെറ്റ് us say it is 500 rupees. അടുത്ത കൊല്ലം പോയി എടുക്കുന്നത് 450 രൂപയാകും. 10% കുറഞ്ഞു. ഇത്ര ഒന്നും ആവില്ല, 1%, 2% ആയിരിക്കും, പക്ഷെ കണക്ക് കൂട്ടാൻ വേണ്ടി ഞാൻ എളുപ്പത്തിൽ പറയാം. അപ്പോ ആ 500 രൂപ 450 രൂപ ആവണമെങ്കിൽ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് should still be profitable, then only it can run for a long term. ഞാൻ ഗവൺമെന്റ് സ്ഥാപനങ്ങളല്ല പറയുന്നത്, ഒരു any other organization should be profitable, then only it can run for a longer period. അല്ലെങ്കിൽ എല്ലാ കമ്പനിയും പൊളിഞ്ഞു പോകും, എല്ലാ വർഷം പൊളിഞ്ഞു പോകും. So you have to run for a longer period. So 10% അവർക്ക് കുറച്ച് പറയാ ആണ് അവര് ടിക്കറ്റ് വിൽക്കുന്നതെങ്കിൽ their cost has to decrease by at least 10%. എവിടെയായാലും മിക്കവാറും കമ്പനീസിന്റെ മാനുഫാക്ചറിംഗ് കമ്പനീസ് ആണെങ്കിൽ അവരുടെ കോസ്റ്റ് വിൽ ബി റോ മെറ്റീരിയൽസ്, സർവീസസ് കമ്പനീസ് ആണെങ്കിൽ അവരുടെ കോസ്റ്റ് വിൽ ബി സാലറീസ്. അപ്പൊ എന്ത് ചെയ്യും? Invariably they will go and cut either the raw material price, അതായത് അവർ പറയും ഞാൻ നീ ഇപ്പോ ഒരു പ്രമോദിന്റെ പറ്റി പ്രസ് ആണെങ്കിൽ പ്രമോദ് പറയും ഞാൻ പേപ്പറിന് നീ 100 രൂപയ്ക്ക് തരുന്നത് 95 രൂപയ്ക്ക് തന്നു പറയും. അല്ല ഞാൻ എംപ്ലോയീസ് ആണെങ്കിൽ 100 രൂപ സാലറി കൊടുക്കുന്ന ഞാൻ നാളെ 95 രൂപ തരുന്നു പറയും. സോ ദിസ് വിൽ ബിക്കം എ നെഗറ്റീവ് സൈക്കിൾ. സോ ഇതൊരു 10 കൊല്ലം 15 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ സാലറി ഇങ്ങനെ വീണ് പോകുമ്പോൾ ദാറ്റ് ഈസ് എ ഡിസാസ്റ്റർ. ദാറ്റ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ. കുറെ കാലം ഒരു 15, 20, 25 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും there will be no money in the system itself, everything will collapse. That will be disaster of disaster. So ഒരു ചെറിയ time, like maybe 6 months, 1 year ലേക്ക് ഒരു negative inflation will not be a problem, but if the inflation is negative for a prolonged period of time, that will kill the society. So negative inflation is absolutely no, right? Now said this, is cholesterol പോലെയാണ്. കൊളസ്ട്രോൾ കുറഞ്ഞാലും കുഴപ്പം, കൂടിയാലും കുഴപ്പം. So what is the right level of inflation? So നമ്മളെ പോലെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ where the currency keeps kind of depreciating around 3, 4, 5%, not 5%, around 3 to 4% year on year, ഒരു 3-4% ഇൻഫ്ലേഷൻ ഈസ് ക്വൈറ്റ് മാനേജബിൾ. ആക്ച്വലി അത്ര വേണം, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവില്ല.
But if you go to a developed countries in the West, especially West Japan, അവരൊക്കെ നോക്കുകയാണെങ്കിൽ they prefer 2%. അതാണ് ഒരു നല്ല ഇൻഫ്ലേഷൻ എന്നാണ്. ഇതൊരു തമ്പ് റൂളാണ്. ഇതിലൊന്നും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ പൊതുവെ 2% ഒരു നല്ല ഇൻഫ്ലേഷൻ എന്ന് പറയാ എക്കോണമിസ്റ്റ് റെക്കമെൻഡ് ചെയ്യും. ഇന്ന് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഇതൊക്കെ കഥ ഇതെല്ലാം സ്റ്റോറീസ് ആണ്, നല്ല കാര്യം തന്നെ. പക്ഷെ വാട്ട് ഈസ് ഇൻ റിയാലിറ്റി ഫോർ us? ഇപ്പൊ നമ്മൾ വേരിയസ് അസറ്റ് ക്ലാസസിനെ പറ്റി പറഞ്ഞു. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പറഞ്ഞത് എല്ലാം കാര്യമാണെങ്കിലും ഇറ്റ്സ് നോട്ട് എ അബ്സല്യൂട്ട് ഗെയിം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ FD ഇട്ടു, എനിക്ക് 8% കിട്ടി എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് ഓൺലി സെൻസ് ഇഫ് യു നോ വാട്ട് ഇസ് ഇൻഫ്ലേഷൻ. സോ ഞാൻ FD ഇട്ടു, 8% റിട്ടേൺ കിട്ടുന്നു. എന്റെ ഇൻഫ്ലേഷൻ 4% ആണെങ്കിൽ 8 - 4 is +4. അതിന് റിയൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും. ദാറ്റ്സ് എ വെരി 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 ഗുഡ് റിട്ടേൺ, എക്സ്ട്രീംലി ഗുഡ് റിട്ടേൺ. ഇല്ല, നേരെ തിരിച്ചു പറഞ്ഞു. ഞാൻ FD ഇട്ടു, 8% റിട്ടേൺ വരുന്നു. ഇൻഫ്ലേഷൻ ഈസ് 10% എന്ന് പറഞ്ഞാൽ 8 - 10 - 2 വി ആർ ഇൻ ട്രബിൾ. ദ ഇൻവെസ്റ്റർ ഈസ് ഇൻ ട്രബിൾ. കാരണം എല്ലാ വർഷവും ഇൻവെസ്റ്റർ ഈസ് ലൂസിങ് 2% മണി ഫ്രം ഹിസ് ഓർ ഹെർ ഇൻവെസ്റ്റ്മെന്റ്. വളരെ സിമ്പിൾ ആണ്. അപ്പോ ഞാൻ 100 വിടുന്നു, അടുത്ത പോലെ 98 ആവുന്നു, അതിനടുത്തോളം 96 ആവുന്നു, അങ്ങനെ കുറഞ്ഞു റൈറ്റ്. നൗ ഇപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു റിലേറ്റീവ്ലി ബെഞ്ച് മാർക്ക് ഓൾ ദ അസറ്റ് ക്ലാസസ്. സോ ഞാൻ FD ഇടുന്നു, ഞാൻ അല്ലെങ്കിൽ ഡെറ്റിൽ ഇടുന്നു, ഞാൻ ഇക്വിറ്റിയിൽ ഇടുന്നു, ഓർ ഐ എം പുട്ടിംഗ് ഇറ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ് ഓർ ഗോൾഡ്. സോ റിലേറ്റീവ്ലി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? സോ ദിസ് ഈസ് ദ ഹോൾ വാട്ട് യു കോൾ സീക്രട്ട് ബിഹൈൻഡ് ഇൻഫ്ലേഷൻ. ആകെ ഒരൊറ്റ നമ്പർ ഇറ്റ്സ് റിലവന്റ് ഹിയർ, റിയൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓഫ് കോഴ്സ് ഇപ്പോ ഡെറ്റില് more or less returns will be kind of more or less flat ആയിരിക്കും. 1% 2% മുകളിലും താഴോട്ടും പോകുന്നല്ലാതെ ഒരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഒന്നും വരില്ല. പക്ഷെ ഇക്വിറ്റിയൊക്കെ നോക്കുമ്പോൾ ഓരോ വർഷവും ഭയങ്കര ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഒരു കൊല്ലം 40% മുകളിൽ പോകും, അടുത്ത കൊല്ലം -10% ആയിരിക്കും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. വി ഹാവ് ടു ഓൾവേസ് ടേക്ക് എ പീരീഡ് ഓഫ് ഇയേഴ്സ്, 3 years, 5 years, 10 years എടുത്ത് നോക്കുക. അപ്പോഴേ അത് ഒരു റീസണബിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തെറ്റായി പോകും. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ, be careful about the way these numbers are published. So നമ്മള് കഴിഞ്ഞ 2-3 മാസം മുന്നേ വരെ ഇൻഫ്ലേഷൻ പബ്ലിഷ് ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഇൻഫ്ലേഷൻ റിലേറ്റീവ്ലി കുറവാണെന്നാണ് ഡേറ്റ വന്നത്. വെരി കെയർഫുൾ വിത്ത് ദാറ്റ് ഡേറ്റ. കാരണം ഇൻഫ്ലേഷൻ ഈസ് എ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഗെയിമാണ്. അതായത് കഴിഞ്ഞ കൊല്ലം എന്തായിരുന്നു വില, ഇക്കൊല്ലം എത്രയാണ് വില, അത് രണ്ടിനും കൂടി ഡിവൈഡ് ചെയ്തിട്ടുള്ള അത്രയേ ഉള്ളൂ. അപ്പൊ ഈ റേഷ്യോ ഒരു കുഴപ്പമുണ്ട്. കഴിഞ്ഞ കൊല്ലം വില വളരെ കൂടുതലായിരുന്നു, ഇക്കൊല്ലം വില അത്ര കൂടിയില്ല എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറവായി കാണിക്കും. ദാറ്റ് ഡസന്റ് മീൻ വി ആർ പേയിങ് ലെസ്. ആ ഡേറ്റ ഞാൻ കാണിച്ചു തരാം. സോ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇൻഫ്ലേഷൻ റിലേറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. ഏകദേശം 1.5-2% ആനുവലൈസ് കൂടുതലായിരിക്കും. ദാറ്റ്സ് സിംപ്ലി ബിക്കോസ് ഓർ 2 reasons. One is ഇന്ത്യയില് we are the richest state other than Goa and ചെറിയ സ്റ്റേറ്റ് എടുത്ത് കളഞ്ഞാൽ ഹരിയാനയും നമ്മളാണ് ഹയസ്റ്റ് പെർ ക്യാപിറ്റ. ഇന്ത്യയിൽ ഏകദേശം $2000 പെർ ക്യാപിറ്റ. കേരളത്തിന്റെ 3000 ചില്ലറയാ, 3200 ഉണ്ടാവും. സോ വി ആർ വൺ ഓഫ് ദ റിച്ചസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ദാറ്റ് ഇസ് വൺ പാർട്ട്. രണ്ടാമത് കേരള ഇസ് എ കൺസ്യൂമർ സ്റ്റേറ്റ്. നമ്മള് ഉണ്ടാക്കുന്നതിലും കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. സോ ഇറ്റ്സ് ബൗണ്ട് ടു ഹാവ് സം ഹയർ ഇൻഫ്ലേഷൻ ഇൻ കേരള. സോ inflation in Kerala generally will be higher than other part of the country, which is okay because we can manage that. We get enough remittance and external help to manage that, right? So ഞാൻ ഇത്രയും പറഞ്ഞിട്ട് let us go and look at some of the data. ഇത് എങ്ങനെയാണ് ഈ കാര്യം നടക്കുന്നത്? How do we compare this with all the asset classes, etc. എന്റെ സ്ക്രീൻ കാണാവോ? കാണാം. ഓക്കെ. സോ ഞാൻ കഴിഞ്ഞ 50 കൊല്ലത്തെ ഏകദേശം എന്റെ ജനറേഷൻ ഞാൻ ജനിച്ച ഇയർ ഓൺ ഇയർ ഇൻഫ്ലേഷൻ പ്ലോട്ട് ചെയ്തിരിക്കും. സോ ഇഫ് യു ലുക്ക് അറ്റ് 1970 ഓൺവേർഡ്സ്, 1970 ഏകദേശം 5%. അത് കഴിഞ്ഞൊരു ഭയങ്കര സ്പൈക്ക് ആയിരുന്നു, 20-25%. ദിസ് ഈസ് എ ഇയർ വെൻ വി ഹാഡ് ദ വാർ വിത്ത് പാകിസ്ഥാൻ. ബംഗ്ലാദേശ് വാർ ആണെങ്കിൽ തോന്നുന്നത് ദാറ്റ്സ് എ വാർ വിത്ത് പാകിസ്ഥാൻ. ഓബ്വിയസ്ലി ഇറ്റ് സ്പൈക്ഡ് വെരി ഹൈ, 25 വളരെ കൂടുതൽ പോയി.
നെക്സ്റ്റ് ഇയർ ഇത് ആക്ച്വലി കുറഞ്ഞതല്ല, ഞാൻ പറഞ്ഞ ആ ബേസ് എഫക്റ്റ് ആണ്. അതായത് ഇവിടത്തെ വളരെ കൂടിയത് കൊണ്ട്, സോ ഫോർ എക്സാമ്പിൾ ഇവിടെ 100 ഇവിടെ 125 എന്നിട്ട് ഇവിടെ 115 സ്റ്റിൽ ഇറ്റ് ഈസ് ഹയർ ദാൻ ഹിയർ, ബട്ട് 125 115 കുറവായതുകൊണ്ട് ഇത് മൈനസ് ആയതാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി. പിന്നെ ഇഫ് യു ലുക്ക് അറ്റ് ദ ഏർലി പീരീഡ്, എസ്പെഷ്യലി ഈ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന മറ്റേ ലൈസൻസ് രാജ് ഉണ്ടായിരുന്ന ആ സമയം നോക്കുകയാണെങ്കിൽ വി വർ ആവറേജിങ് അറൌണ്ട് 10%. സോ എന്തുകൊണ്ടാണ് ഇപ്പോ ഇന്ത്യയിലും ലോട്ട് ഓഫ് ടൈംസ് നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും, ഇന്ത്യയും സിംഗപ്പൂരും ഒരേപോലെ ആയിരുന്നു 1960-ല്, പിന്നെ അവരിങ്ങനെ കയറിപ്പോയി നോക്കുമ്പോൾ നമ്മുടെ ആനുവൽ ഗ്രോത്ത് ആ സമയത്ത് ഏകദേശം 5%. വി ആർ ഗ്രോയിങ് അറ്റ് അറൌണ്ട് 5%. Whereas our inflation was averaging around close to 10%, right? So obviously you are losing money. You are becoming poorer and poorer each year, right? 1990 ശേഷം ആ എക്കോണമി ഓപ്പൺ ആക്കിയ ശേഷമാണ് ഈ സ്റ്റോറി കംപ്ലീറ്റ്ലി ചേഞ്ച് ആയത്. പിന്നെ ചോദിക്കാം, അപ്പൊ 1990 കഴിഞ്ഞിട്ടും അടുത്ത 10 കൊല്ലം എന്താ പറയാ കൂടുതലാണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഇനേഷ്യ എന്ന് പറഞ്ഞത് വളരെ 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 കൂടുതലാണ്. What I mean by that is, inertia അറിയാലോ നമ്മുടെ വളരെ Newton's first law. Anything in motion will continue to be in motion, or anything in rest will continue to be in rest unless the external force acts, right? So ഇതില് 10% ഇൻഫ്ലേഷന് 5% കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇറ്റ് വിൽ ടേക്സ് ലോട്ട് ഓഫ് ടൈം. 10 കൊല്ലം മേ ബി എ ലോങ് ടൈം, ബട്ട് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് എ വെരി 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 ലോങ് ടൈം. അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, ഏകദേശം 2000 ഒരു 5% ആയപ്പോ, even though there was huge growth for the next 6-7 years, it just played around that. ഇത് കഴിഞ്ഞിട്ട് ആ കോൺഗ്രസിന്റെ സെക്കൻഡ് ടേം വന്നിട്ട്, എസ്പെഷ്യലി പ്രണബ് മുഖർജിയുടെ വളരെ മോശമായ കുറെ ഫിനാൻഷ്യൽ ഡിസിഷൻ കാരണമാണ് ഇതിങ്ങനെ കയറിപ്പോയത്. അതായത് പുള്ളി 2-3 ഡിസിഷൻ എടുത്തു. ഒന്ന്, റെട്രോസ്പെക്റ്റീവ് ടാക്സ് കൊണ്ടുവന്നു. സോ ലോകം മുഴുവൻ വിചാരിച്ചു ഇന്ത്യയിൽ പോയി വെച്ച് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, അമ്മ തോന്നിയപ്പോൾ ടാക്സ് റൂൾ മാറ്റും. അതും കഴിഞ്ഞ 50 കൊല്ലത്തെ ടാക്സ് റൂളൊക്കെ മാറ്റും. അത് ഒരു കാര്യം. രണ്ടാമത്, ഹി വെന്റ് ആൻഡ് ബോറോഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. സാധാരണ ഇന്ത്യയുടെ എന്താ പറയാ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതായത് നമുക്കുള്ള ഇൻകമും എക്സ്പെൻസും അതിന്റെ GDP-യുടെ റേഷ്യോ ഒരു 3-3.5% ആയിരിക്കും. പുള്ളി 6-7% വരെ അത് കൂട്ടി ഒരുപാട് ബോറോ ചെയ്തു. അപ്പോ അഗെയിൻ when the borrowing increases, everybody thinks the country is weak. അപ്പോ rupee will start falling, all those things. അപ്പൊ അതുകൊണ്ടാണ് ഈ സംഭവം സംഭവിച്ചത്. അത് ഫിക്സ് ചെയ്യാൻ തന്നെ 4-5 കൊല്ലം പിടിച്ചു. പിന്നെ ഇറ്റ് കെയിം ഡൗൺ ടു ഓൾമോസ്റ്റ് മാനേജബിൾ ലെവൽസ്. ഇത് പിന്നെ കോവിഡിന്റെ പ്രശ്നമാണ്, സപ്ലൈ ചെയിൻ. സോ ഇൻഫ്ലേഷൻ വേറെ രീതിയിലാവാം. ഡിമാൻഡ് സപ്ലൈ മാറിയാൽ ഇൻഫ്ലേഷൻ വിൽ ബി ഹെവിലി ഇമ്പാക്ട്. അതായത് എനിക്ക് അരി വേണം, കുറച്ച് അരിയൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ ആരും വിൽക്കുന്നില്ല. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അരി വേണം, ഞാൻ ഒരു 10 ദിവസം പിടിച്ചു തന്നാൽ നന്നായി വില കൂടുന്നു അറിയാം. അപ്പൊ ഈ ഡിമാൻഡ് സപ്ലൈ പ്രശ്നം വന്നാൽ തന്നെ ഇൻഫ്ലേഷൻ വിൽ സിഗ്നിഫിക്കന്റ്ലി ഗോ. ഇപ്പൊ US അവർ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അവരെന്താ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാണ്. സിഗ്നിഫിക്കന്റ്ലി ദേ ആർ ഇൻക്രീസിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ്, സോ ദാറ്റ് കടമെടുത്ത ആർക്കും ഐദർ കടമെടുത്ത ആരും ഒന്നും വാങ്ങിക്കാൻ ഡിസ്കറേജ് ചെയ്യാണ് അവർ. സോ വെൻ യു ഡോണ്ട് ടേക്ക് ലോൺ, ദ പർച്ചേസ് വിൽ റെഡ്യൂസ്. അത് കാരണം എന്തായാലും സപ്ലൈ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, ഡിമാൻഡ് കുറച്ച് വരിക. അപ്പൊ സപ്ലൈ കൂടുമ്പോൾ വില കുറയും. അതാണ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ ഇവിടെ ബിക്കോസ് ഓഫ് കോവിഡ് വേർ ഗ്ലോബൽ ട്രേഡ് വളരെ കാര്യമായിട്ട് ബാധിക്കപ്പെട്ടു. ആൻഡ് പീപ്പിൾ കുഡ് നോട്ട് what you call get what they want. That's why the inflation went up. Now let me superimpose FD on top of this. ഈ ബ്ലൂ ലൈൻ ആണ് FD റേറ്റ്. അത് 1970 തൊട്ട് ഇട്ടിരിക്കുന്നതാണ്. സോ you will see always, I mean, not always, many a times inflation is higher than FD. Sometimes inflation is lower than FD. But if you take the last 20 years, it's actually decent. It's not really bad, except for this 5-6 years in between, from 2008 to 2014. Thanks to Pranab Mukherjee. But otherwise, it has been reasonably giving a slightly higher return. But said that, if നമ്മുടെ previous generation, അച്ഛനമ്മയൊക്കെ FD ഇട്ടിരുന്നു പറഞ്ഞാൽ, it's very likely that they would have lost money or they would have hardly made any money. So you can see this period, right? So for 1980 to 1984, 1990 to 1993, for a period it will be below that. So hardly they would have made money. ഇപ്പൊ ഇതാണ് ഞാൻ ഈ കാണുന്ന പർപ്പിൾ ലൈനാണ് റിയൽ റേറ്റ് ഓഫ്. ഞാൻ ഒന്നും ചെയ്തില്ല, ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യും 10 റേറ്റ്. സോ wherever that line is above 0, there the investor is making money. Wherever it is below 0, investor is actually losing money. Right? So ideally you want this line to be above 0.
ഒരു 2% റിയൽ റേറ്റ് കിട്ടിയാൽ തന്നെ വളരെ ഐ മീൻ you will be above average investor. So you should aim for a 2% return on a long term. അപ്പൊ ഈ FD നോക്കിയാൽ hardly has given 2% return. Probably നമ്മുടെ ജനറേഷൻ നോക്കിയാൽ we would have actually got much lower than that. അതിന് മുന്നേ ചെറുതായിട്ട് വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ our generation probably would have lost or would not have made much money using using a FD. Now ശരി, okay, ഇതെല്ലാം നോക്കി FD in a way I am telling you it's not helping you. So പിന്നെ എന്താ ചെയ്യാ നമുക്ക്, what can we do? So what I did was I went back ഞാൻ വലുതാക്കി കാണിക്കാം, വായിക്കാൻ ബുദ്ധിമുട്ടാണ്. I went back 30 years. ഇത് മറ്റേ റെഡ് ലൈൻ ഈസ് ഇൻഫ്ലേഷൻ. ഞാൻ ഓരോ വർഷവും അതിനെ ആഡ് ചെയ്തുകൊണ്ടേ വന്നു. 4%, 5%, 7% I kept on adding. FD ഇട്ടു, 90 തൊട്ട് FDയുടെ അതേ റേറ്റുകൾ ഇട്ടു കൊടുത്തു. നിഫ്റ്റിയിലും ഇട്ടു. നിഫ്റ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ 90 തൊട്ട് ഇട്ടു. അപ്പോ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് inflation has gone up to whatever 500 or 700 something. FD has done slightly above 1,000, whereas Nifty has given almost 4,000 odd, right? ഇത്രയും വലിയ gap ആണ് വരുന്നത് if you do it what should I say between a market and a FD. ഞാനിപ്പോ അതിന് തന്നെ ഞാൻ പല സ്ലൈസിംഗ് ആയിട്ട് ചെയ്തു. Let me show you the next one. This is for a 20-year period. 30 കൊല്ലം ആയില്ല, കുറച്ചും കൂടെ യങ്ങർ ജനറേഷൻ ആണെന്ന് വെക്കാം. This is from 2000 to 2020, right? Again, very similar results from stock market. But again, no brainer. Stock market നോക്കിയാൽ 2000 തൊട്ട് suppose somebody invested 2000 and in 2013 that person actually was sitting at a lower net worth than FD guy for some maybe 1 month or 2 months, right? So ഇതാണ് ഇതിന്റെ volatility. The volatility will be so huge if you are in stock market. But generally when you do a long term, it will give you enough return to overcome all those things and significant amount of time. കാരണം നോക്കി ഇവിടെ ഒരു 2 മാസം 3 മാസം, then ഇവിടെ ഒരു 2 കൊല്ലം. If you leave aside those two, you have always made significant amount of money being in a stock market. Now let me go to the 10-year period. This is a 10-year period. 10-year period രസമാണ്. 2010 തൊട്ട് 2018 or 19 വരെ market was underperforming even FD. പക്ഷേ 2020 ഞാൻ 22 വരെ ഡാറ്റ ഇല്ല, 2021 ഇതിന്റെ മുകളിലേക്ക് പോയിട്ട്, right? So on a long term, generally market will give you a much higher what you call overall returns compared to a inflation or even a FD. Now okay, ഇത് ഒരു കുറച്ച് ടെക്നിക്കൽ ആണ്. I will not take much time. ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ, അഗൈൻ ഇൻഫ്ലേഷൻ നമ്മൾ പറയുമ്പോൾ ഗവൺമെന്റ് 2 ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാറുണ്ട്. ഒന്ന് CPI ആണ്, അതാണ് അവരെല്ലാ കൺസ്യൂമർ റിലേറ്റഡ് എല്ലാ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് CPI ആണ്. അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇതുപോലെ 6 കാറ്റഗറി ഉണ്ട്: ഫുഡ്, ടൊബാക്കോ, ക്ലോത്തിങ്, ഹൗസിംഗ്, ഫ്യൂവൽ, മിസലേനിയസ്. അതിന് റൂറലും അർബനായിട്ട് തിരിക്കും. എന്നിട്ട് ഇതാണ് അതിന്റെ വെയിറ്റേജ്. ഇതിന് രണ്ടിനും വെയിറ്റേജ് ഡിഫറെന്റ് ആട്ടോ. അപ്പോ റൂറലിന് ഫുഡിന് 54, അർബനിലെ ഫുഡിന് 36. അങ്ങനെയാണ് ആളുകൾ ചെലവാക്കുന്നത്. ഇതെല്ലാം കുറെ സർവേയും സെൻസെക്സ് ഒക്കെ ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ഇത്. പക്ഷെ ആവറേജ് 45% ആണ് ആളുകൾ ഫുഡിൽ ചെലവാക്കുന്നതെന്നാണ് ഇന്ത്യയിൽ. ഇത് 2011 ചെയ്തതാണ്. ഇപ്പൊ വളരെ എല്ലാവരും ഗവൺമെന്റിനെ പുഷ് ചെയ്യുന്നുണ്ട്. ഇത് മാറിക്കാണും, 45 കുറഞ്ഞു കാണും. കാരണം ഫുഡിന്റെ പ്രൈസ് വോളറ്റിലിറ്റി ഭയങ്കര കൂടുതൽ. അപ്പോ ഇറ്റ് വിൽ ഗിവ് us റോങ് ഇൻഡിക്കേഷൻസ്. അതായത് ഇപ്പോ ഒണിയന്റെ പ്രൈസ് ചിലപ്പോൾ ഡബിൾ ആകാനും ക്വാഡ്രപ്പിൾ ചെയ്യാനും ചിലപ്പോൾ 10 times ആകാനും 1 മാസത്തിലാവും. 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് വിൽക്കുന്ന ഉള്ളി ചിലപ്പോ 50, 70, 80 രൂപയൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് മാറും. പിന്നെ അത് താഴെ വീഴുകയും ചെയ്യും. അപ്പോ ഇറ്റ് വിൽ ഗിവ് യു എ വെരി റോങ് മെട്രിക് ടു മെഷർ. അപ്പൊ ആളുകളിപ്പോ എല്ലാം എന്താ പറയാ, മിക്കവാറും എക്കണോമിക്സ് പറയുന്നത്
ഇതൊന്നുകൂടെ ബേസ് ലൈൻ ചെയ്തിട്ട് this may come down below 40 or something, but it will be a slightly better data, right? So tobacco എത്ര 2%, പിന്നെ ക്ലോത്തിങ്ങിന് 6%, ഹൗസിങ്ങിന് 10%, ഇങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക. ഇവർ 2012 ഈ ഇതെല്ലാം എടുത്ത് ഇവരെല്ലാവരുടെയും പോകുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഓരോ സ്റ്റേറ്റിലും എത്രയോ 20, 30, 40 സ്ഥലങ്ങളിൽ പോയി ഫിസിക്കലി ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് ഇത് ഓരോ മാസവും ഡിക്ലെയർ ചെയ്യുക. അപ്പോ ഇതാണ് അതിന്റെ ഇൻഡെക്സ്. 100 2012 ഉണ്ടായിരുന്നത്. അതിപ്പോ 170.8 ഏപ്രിൽ 22 ഡാറ്റയാണ്. സോ കുറച്ച് പഴയ ഡാറ്റയാണ്. എനിവേ സോ ഇത് 170 അപ്പൊ അടുത്ത മാസം 172, 173 ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഓവറോൾ ഇതിന്റെ എല്ലാം കൂടെ ആവറേജ്, ഈ വെയിറ്റഡ് ആവറേജ് ചെയ്യുമ്പോഴാണ് ഈ 170.1 കിട്ടുന്നത്. അതാണ് ഇതിന്റെ ഇൻഡെക്സ്. ഇതിപ്പോ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഒരു മാസം മുന്നാണ്. കഴിഞ്ഞ കൊല്ലം മുന്നേ നോക്കുന്നത് ഏകദേശം 160 or something. അപ്പോൾ 160 മൈനസ് 170 ബൈ 160 അതായിരിക്കും അതിന്റെ ഇൻഫ്ലേഷന്റെ ഇൻഡെക്സ് വരിക. അപ്പൊ ഇത് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ CPI ഉണ്ടല്ലോ. പിന്നെ ഇതേപോലെ ഹോൾസെയിൽ ഉണ്ട്. ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂമർ വാങ്ങിക്കുന്നതല്ല, വലിയ obviously the name says everything. വലിയ രീതിയിൽ ഉള്ള ഒരു വലിയ ഇങ്ങനെ പറയാ ആമസോൺ ഒരു വലിയ സെല്ലർ 1 ലക്ഷം സോപ്പ് ഒരു അടുത്ത ലെവലിലേക്ക് വിറ്റു. അതിന്റെ ഇൻഫ്ലേഷൻ എന്താണ്? അതാണ് WPI. WPI സാധാരണ CPI യും WPI യും വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഇറ്റ് വിൽ നോട്ട് ബി സെയിം. ഫോർ എക്സാമ്പിൾ ഇന്ത്യയില് CPI കഴിഞ്ഞ ഒരു കൊല്ലത്തിന്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6.5% ആയിരിക്കും. WPI എടുക്കുകയാണെങ്കിൽ 15-17% വരെ പോയിട്ട് കഴിഞ്ഞ മാസം ഏകദേശം 4% എന്തോ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൈക്കിൾ വളരെ ഡിഫറെന്റ് ആണ്. അതിന്റെ സൈൻ വേവ് പോലെ വരച്ച രണ്ടും ഡിഫറെന്റ് ഫേസിലായിരിക്കും. നോർമലി WPI വിൽ ബി ലീഡിങ്. അതായത് WPI ഇന്ന് കൂടി എന്ന് പറഞ്ഞാൽ CPI അതൊരു 3-4-5-6 മാസം കഴിഞ്ഞിട്ട് അത് കൂടും. അപ്പൊ അതിന്റെ ഡൗൺ സ്ട്രീം എഫക്ട് ഉണ്ടാവാൻ കുറച്ച് സമയം പിടിക്കും. അതേപോലെ WPI കുറഞ്ഞാലും CPI കുറയാനും കുറച്ച് സമയം പിടിക്കും. അപ്പൊ WPI യൂസ് ചെയ്യുന്നത് ടിപ്പിക്കലി നമ്മുടെ ഈ ടോളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ടോളിന്റെ പ്രൈസ് ഈസ് ആക്ച്വലി ലിങ്ക് ടു WPI. ഇപ്പൊ നമ്മള് വർഷം റോഡിലെ ടോളൊക്കെ കൂടുന്നത് കാണാം. എത്ര കൂടുന്നു നോക്കിയാൽ അത് WPI യുടെ ഒരു ഫോർമുലയുണ്ട്. 75% or 80% ഓഫ് WPI ആണ് അവർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ഇൻക്രീസ് ബേസ്ഡ് ഓൺ ദാറ്റ് ഫോർമുല. നൗ ഇത് എങ്ങനെയാണ് ഓരോ ഫാമിലി ഇമ്പാക്ട് ചെയ്യുന്നത്? ഇതൊരു വളരെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഫാമിലി എ, ഫാമിലി ബി, ഫാമിലി സി, റൈറ്റ്? ഇപ്പൊ ഫാമിലി എ ഫുഡിൽ 60%, ഞാൻ ആദ്യം പറഞ്ഞു ഈ പാവപ്പെട്ടവരുടെ ഇത് ഫുഡിൽ കൂടുതലായിരിക്കും. ഫാമിലി ബി ഫുഡിൽ 40%. ഇത് റിച്ച് ഫാമിലിയാണ്, അവർ ഫുഡിൽ 25% ഉള്ളൂ. അപ്പൊ ഈവൻ ദോ the inflation number, headline inflation എന്നാ പറയാ, അതായത് ഇന്ത്യയിലെ CPI ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 7%, അത് ഹെഡ്ലൈൻ എന്ന് പറയാം. അതിനെ ഓരോന്നിനും വേറെ വേറെ ഇൻഫ്ലേഷൻ ആയിരിക്കും. ഇപ്പൊ ഫുഡ് ആൻഡ് ബിവറേജിന്റെ ഇൻഫ്ലേഷൻ 8.1, മറ്റേ ഫുഡ് ആൻഡ് ബിവറേജ് ഇത് മറ്റേ ലിക്വറിന് 2.7, ക്ലോത്തിങ്ങിന് 9.8, ഫ്യൂവൽ ആൻഡ് ലൈറ്റിംഗ് 10.8. ഇത് ആവറേജ് ആണ് 8.03. പക്ഷെ എന്റെ ഫാമിലി, ഇപ്പൊ ഞാൻ പാവപ്പെട്ടവനാണെങ്കിൽ 60% ഫുഡിലാ ചെലവാക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഇമ്പാക്ട് മോസ്റ്റ്ലി 8.1 ആണ്. അല്ല ഞാൻ കുറച്ച് റിച്ച് ആണ്, ഞാൻ 25% എന്താണ് ഇതിലാണ് ചെയ്യുന്നത്, എനിക്ക് ആക്ച്വലി ഇമ്പാക്ട് ഉണ്ടാകുന്നത് ഹൗസിംഗിലാണ്, റൈറ്റ്? സോ ഒരേ ഇൻഫ്ലേഷൻ ആണെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന ഇമ്പാക്ട് വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ ചെയ്ത വെയിറ്റഡ് ആവറേജ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് കംപ്ലീറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഒരു ഫാമിലി ബിക്ക് 834 പോയിന്റും റിച്ച് ഫാമിലിക്ക് 760യും പക്ഷെ പുവർ ഫാമിലിക്ക് 780. അടി കൊള്ളുന്നത് പുവർ ഫാമിലിക്കാണ് ഫുഡില് ഇൻഫ്ലേഷൻ വരുന്നതിനെ കൂടുന്നത്. സോ ഇത് വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആണ്. ദിസ് ക്യാൻ കീപ് ചേഞ്ചിങ്. ഇതിനെ നേരെ തിരിച്ചു വരാം, റിച്ചിന് വരാം. കാരണം ഞാൻ റിച്ച് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ എക്സ്പെൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മെഡിക്കലും എഡ്യൂക്കേഷനാണ്. അതിന്റെ ഇൻഫ്ലേഷൻ ഇന്ത്യയിലെ കുറെ കാലം ഡബിൾ ഡിജിറ്റ് ആണ്, 10, 11, 12, ഈവൻ സംടൈംസ് മോർ ദാൻ ദാറ്റ്, റൈറ്റ്? സോ നമ്മുടെ ഇൻഫ്ലേഷൻ അതിനേക്കാളും സാധാരണ ജനങ്ങളെക്കാളും ജനറലി കൂടുതലായിരിക്കും. എസ്പെഷ്യലി രണ്ടോ കൂടുതലോ കുട്ടികളുണ്ട്, വീട്ടിൽ പ്രായമായവരുണ്ട്, നമുക്ക് മെഡിക്കൽ എക്സ്പെൻസസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ മെഡിക്കൽ എക്സ്പെൻസസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവ് ഇതിനേക്കാളും മറ്റുള്ളവരെക്കാളും കൂടുതലായിരിക്കാം. ബട്ട് വി മേ സ്റ്റിൽ ബി ഓക്കെ ബിക്കോസ് നമ്മുടെ ഏർണിംഗ് കേപ്പബിലിറ്റി ആൾസോ ഇസ് വെരി ഹൈ. ഞാൻ എന്റെ തന്നെ എക്സാമ്പിൾ എടുത്തു. ഞാൻ എന്റെ ആദ്യത്തെ ജോലി തൊട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിട്ട ജോലി കൂട്ടുന്നവരെ ഞാൻ എന്റെ ആനുവലൈസ്ഡ് ഇയർലി എത്രയാണ് എനിക്ക് കിട്ടിയെന്ന് നോക്കുമ്പോൾ അത് ദാറ്റ്സ് വേ അബവ് 15%, റൈറ്റ്? സോ ഇയർ ഓൺ ഇയർ I have been getting 15% annualized for a very long time, almost for 27-28 years. So എല്ലാ വർഷവും കിട്ടിയിട്ടില്ല. ചില വർഷം I got 0, ചില വർഷം I got 2, ചില വർഷം I got 30 kind of thing. So
I have made significantly higher what you call year-on-year income, so that even though there is a higher expense which is coming to me, I can still take it. Right? So in Churikam, bottom line is, if you are earning well, you are investing well, your ability to handle inflation is much higher than anybody else, even though you may end up spending more. So I will stop there. We'll go with some questions, and then I have a small thing to come back, but other questions I need to add. എല്ലാവരും ഉറങ്ങിപ്പോയാ? ഇല്ല, എല്ലാവരും ഉണ്ട്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമ്മുടെ ഈ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് അത് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റുകൾ അതിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. ഇൻഫ്ലേഷൻ ഹെഡ്ലൈൻ ഈസ് ദ റൈറ്റ് ഇൻഫ്ലേഷൻ വിച്ച് ഇസ് എക്സ്പീരിയൻസ് ടു ദ പബ്ലിക്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ ഒരു 6-7. സോ ഓക്കെ, ലെറ്റ് മീ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ മാനേജ് ചെയ്യാൻ RBIക്കാണ് മാൻഡേറ്റ്. സോ ദേ ആർ ഗിവൻ എ ബാൻഡ് ഓഫ് 4 ± 2%. 4% 2 to 6% ഗവൺമെന്റ് ഇറ്റ്സ് ആക്ച്വലി എ ലോ. ഗവൺമെന്റ് രഘുരാം രാജൻ വന്നതിന് ശേഷമാണ് ഇതൊരു നിയമമായിട്ട് തന്നെ പുള്ളി കൊണ്ടുവന്നത്. പുള്ളിയല്ല കൊണ്ടുവന്നത്, പുള്ളി ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്തു, ഗവൺമെന്റ് അത് നിയമമായിട്ട് പാസ്സാക്കി. എന്നിട്ട് they said range of 2 to 6% is good for India എന്നാണ് ആ ലോ പറയുന്നത്. അതില് ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 9 മാസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ്ലി അതിൽ എക്സീഡ് ചെയ്തു വെച്ചാൽ RBI പോയിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം, ഗവൺമെന്റിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്തുകൊണ്ടാണ്. കോയിൻസിഡന്റ്ലി 2013-ലോ 2014-ലോ ഈ ലോ വന്നതിന് ശേഷം ഈ 2022-ലാണ് ആദ്യമായിട്ട് RBI പോയി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത് ഗവൺമെന്റിന്. ഗവൺമെന്റ് ഒരു ലെറ്റർ അയച്ചു, പക്ഷെ ഗവൺമെന്റ് അത് പബ്ലിഷ് ചെയ്തില്ല. അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോ ചുരുക്കം പറഞ്ഞാൽ anywhere between 2 to 6% is okay in India. So that is point number 1. Point number 2, എന്തുകൊണ്ടാണ് RBIക്ക് ഇത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ, again as I said, inflation is a very simple situation where demand is exceeding the supply. അതുകൊണ്ടാണ് നമ്മളിപ്പോ ബ്ലാക്കിൽ ടിക്കറ്റ് വാങ്ങിക്കുന്ന പോലെയാ സിനിമയ്ക്ക് പോയി. അതായത് 100 ടിക്കറ്റേ ഉള്ളൂ, കൗണ്ടർ ക്ലോസ് ആയി, നമുക്കന്ന് ടിക്കറ്റ് സിനിമ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുത്തം വന്ന് തരുന്നു 100 ടിക്കറ്റ് 150 രൂപ നമ്മൾ വാങ്ങിക്കും. റൈറ്റ്? സോ വളരെ സിമ്പിൾ സിറ്റുവേഷൻ ആണ്. ഡിമാൻഡ് ഈസ് എക്സീഡിങ് ദ സപ്ലൈ. ഇപ്പൊ നേരെ തിരിച്ച് സംഭവിക്കാം. ഇപ്പൊ ഒരു ബ്ലാക്കിൽ ടിക്കറ്റ് വെക്കുന്നവൻ ടിക്കറ്റ് ഓൾറെഡി വാങ്ങിച്ചു വെച്ചു, ആരും വന്നില്ല, ടിക്കറ്റ് സിനിമ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ നഷ്ടത്തിൽ ആ ടിക്കറ്റ് കൊടുക്കേണ്ടി വരും. 80 രൂപയ്ക്ക് 100 രൂപ ടിക്കറ്റ് ചിലപ്പോൾ 80 രൂപ വരും. അപ്പൊ ഡിമാൻഡ് കുറഞ്ഞു വെച്ചാൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് വിൽ കം ഡൗൺ. സോ RBIയുടെ കയ്യിലുള്ള ആകെ ഒറ്റ വെപ്പണേ ഉള്ളൂ, ദേ വിൽ ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ആളുകള് ബോറോയിങ് കുറയുമ്പോൾ ആളുകൾ വിൽ നോട്ട് സ്പെൻഡ് ഓൺ അൺനെസസറി തിങ്സ്, ദേ വിൽ ഓൺലി സ്പെൻഡ് ഓൺ വെരി നെസസറി തിങ്സ്. അപ്പോ ഇൻഫ്ലേഷൻ കുറയണം. ഇതാണ് തിയറി. അത് നടക്കും. പക്ഷെ ജനറലി ഇനേഷ്യൽ ഞാൻ പറഞ്ഞുകൊണ്ട് ദിസ് ഹാസ് എ വെരി ലാഗിങ് എഫക്ട്. 6 മാസം തൊട്ട് 9 മാസം പിടിക്കും ഇത് കുറഞ്ഞു കിട്ടാൻ. സോ ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ഫോർ RBI ടു പ്രെഡിക്ട് ഇൻഫ്ലേഷൻ കറക്റ്റ്ലി. അതായത് RBI 9 മാസം മുന്നേ തന്നെ കണ്ടുപിടിക്കണം, ഓക്കെ 9 മാസം ഡൗൺ ദ ലൈൻ ദ ഇൻഫ്ലേഷൻ വിൽ ഗോ അപ്പ്, സോ ഐ വിൽ ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് റൈറ്റ് നൗ. അല്ലെങ്കിൽ തിരിച്ച് 9 മാസം ഡൗൺ ദ ലൈൻ ദ ഇൻഫ്ലേഷൻ വിൽ ഫോൾ സിഗ്നിഫിക്കന്റ്ലി, സോ ഐ ഹാവ് ടു കട്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ് റൈറ്റ് നൗ. റൈറ്റ്? സോ ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. ഇത് പലപ്പോഴും തെറ്റാറുണ്ട്. US-ലൊക്കെ അവർ ഭയങ്കരമായിട്ട് ഗൂഫപ്പ് ചെയ്തു. ഇതിലും വലിയ മണ്ടത്തരം ചെയ്യാൻ പറ്റില്ല. ദേ ആർ സോ റിച്ച്, സോ ദേ ആർ മാനേജിങ്. ഈ SVB ബാങ്കും സിലിക്കൺ വാലി ബാങ്കൊക്കെ പൊളിഞ്ഞു പോയത് അവര് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയത് കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ദേ ഇൻക്രീസ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ സച്ച് ഹിസ്റ്റോറിക്കലി ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരിക്കലും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടില്ല. 36 മാസം കൊണ്ട് ചെയ്യേണ്ട സാധാരണ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇവരിപ്പോ 12-10 മാസം കൊണ്ട് കൂട്ടി. അതായത് ഒരു കുട്ടി ജനിക്കാൻ 9 മാസം കൊടുക്കാതെ 5 മാസം കൊണ്ട് കുട്ടി ഉണ്ടാക്കാനുള്ള രീതിയാണ് US ട്രൈ ചെയ്തത്. അതിന്റെ കോൺസിക്വൻസ് ആണ് ഇപ്പൊ അനുഭവിക്കുന്നത്. സോ സമ്മറി ഈസ് 2 to 6%. ഷിജു ചോദിച്ചതേ, നമ്മള് കാണുന്ന ഇൻഫ്ലേഷൻ ആണോ റിയൽ ഇൻഫ്ലേഷൻ എന്നല്ലേ ഷിജു ചോദിച്ചത്?
അതെ അതെ, അതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. അതെ, ക്വസ്റ്റ്യൻ അതായിരുന്നു മൂന്ന്. അത് ശരിക്കും ഷിജു പണ്ട് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ വെച്ചിട്ടാണ് ഇവര് ഡാറ്റ വരിക. നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡിഫറെന്റ് ആണ്. നമ്മൾ അനുഭവിക്കുന്ന ഇൻഫ്ലേഷൻ എപ്പോഴും ഹയർ ആയിരിക്കും ആക്ച്വലി. അതാണ്. അല്ല, അത് മാത്രമല്ല, ഈ കൺസ്യൂമർ പ്രൈസിൽ ഇൻഡെക്സ് വന്നതിന് ശേഷവും ഒരു പിക്കിംഗ് ആൻഡ് ചൂസിങ് ആണ് സംഭവിക്കുന്നത്. അതില് പിന്നെ വേറെ ഒരു ഇവരുടെ ഒരു തട്ടിപ്പ് എന്താന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ പറയും ആ ബേസ് ഇത് മാറ്റി അത് റീ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയും. നമ്മളോട് കുറവ് എന്ന് പറയും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് അത് ഒരു കറക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോഴേക്കും ആ ഡാറ്റ പഴയതായിരിക്കും. ശരി, നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണിത്. റിയൽ അല്ല. റീ അഡ്ജസ്റ്റ് ചെയ്യും. പഴയ മാസത്തെ ഡാറ്റയിലെ അവര് ഇപ്പോ 7% പറഞ്ഞത് ചിലപ്പോൾ 8 ആക്കും, അല്ലെങ്കിൽ 6 ആക്കും. പിന്നെ അതിന്റെ ഒരു ബേസ് ഇഫക്റ്റും ഇതൊക്കെ വെച്ചിട്ട് എപ്പോഴും പബ്ലിക്കിന് ഒരു കറക്റ്റ് പിക്ചർ കിട്ടണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. സോ ഷിജു, ഇത് തെറ്റും ശരിയും പറയാൻ എന്റെ പേഴ്സണൽ കേട്ടോ, അത് തെറ്റും ശരിയും പറയാനൊന്നും പറ്റില്ല. കാരണം എല്ലാം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജിയാണ്. അതായത് ഈ 8% എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ 8.03 എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഇന്ത്യയിൽ ഒരു കുടുംബത്തിനും അപ്ലിക്കബിൾ ആയിരിക്കില്ല. ഇതൊരു ആവറേജ് ആണ്. ഇതിപ്പോ പറയുന്ന ഇന്ത്യയിലെ ആണുങ്ങളുടെ ഹൈറ്റ് 5.9 ഇഞ്ചാണെന്നാ പറയുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞ ഓൾമോസ്റ്റ് എവറിബഡി വിൽ ബി ഡിഫറെന്റ് റൈറ്റ്. സോ അത് തെറ്റാണോ ശരിയാണോ സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റ് ആണോ ഗവൺമെന്റ് അതിൽ കളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം. നമുക്ക് പല ചോദ്യങ്ങളും ചോദിക്കാം. ദർ ഇസ് നോ റൈറ്റ് വേ ടു ഡു ഇറ്റ്. ഓണസ്റ്റ്ലി ദർ ഇസ് നോ റൈറ്റ് വേ ടു ഡു ഇറ്റ്. ഇപ്പൊ ഗവൺമെന്റ് വേണം വെച്ച് അതിന് 2% മുകളിലേക്ക് താഴോട്ടൊക്കെ ആക്കിയത് അത് പൊളിറ്റിക്സ്. ദാറ്റ് വി ഡോണ്ട് ഹാവ് ടു കെയർ. ഏത് രാജ്യത്ത് പോയാലും അതുണ്ടാവും. ഇപ്പൊ GDP മെഷർമെന്റ് തന്നെ everybody says GDP measurement is a wrong way to do, but there is nothing better to do. ഇത് കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത് മില്യൺസ് ഓഫ് ഡേറ്റ പോയിന്റ് എടുത്തിട്ട് അതിനൊരു വെയിറ്റേജ് കൊടുത്തിട്ട് അതിനൊരു ആവറേജ് വേണ്ടിട്ട് അതൊരു ഫോർമുല ഉണ്ടാക്കി കൊടുക്കുകയാണ്. സോ if you want to argue it is wrong, obviously there is no way you can prove that is right. But is there anything better than that? There is nothing better than that. So നമുക്കൊരു ബേസ് അതാ ഡാറ്റയെ കുറ്റമല്ല പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഡാറ്റ നമ്മൾ അനുഭവിക്കുന്ന റിയൽ ലൈഫുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ അത് രണ്ട് സൈഡ് ഉണ്ടാവും. ചിലപ്പോൾ ഇറ്റ് മേ ബി ഫേവറബിൾ ടു us also, we don't know. അപ്പൊ എപ്പോഴും അല്ല പറയാൻ പറ്റില്ല. അല്ല, ഒരു 6% റിട്ടേണിലുള്ള ഒരാൾ ഓക്കെ ഇൻഫ്ലേഷൻ 5% ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ട് അവൻ ശരിക്കും പെടുന്നുണ്ടാവും. 10%, 9% ആയിരിക്കും ഇൻഫ്ലേഷൻ. ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയും. ഞങ്ങൾക്ക് വേറെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ സാരംഗി ശ്രീനിവാസനൊക്കെ പങ്കെടുക്കണം. എല്ലാവരും വരികയായിരിക്കും. ഓക്കെ. മീറ്റിംഗ് സെൻഡ് ചെയ്യാം. Okay, any other question? ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പം പറഞ്ഞില്ലേ US-ല് ഇൻട്രസ്റ്റ് റേറ്റ് ഒരുപാട് കൂട്ടി എന്നുള്ളത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെയും RBI കൂട്ടുന്നുണ്ടല്ലോ. അവിടെ കൂട്ടി എന്ന് പറഞ്ഞ് ന്യൂസ് വരുന്നു. ഇവിടെ അടുത്ത ക്വാർട്ടർലി ആകുമ്പോഴേക്കും അവർ ഇവിടെയും കൂട്ടുന്നു. അതിനനുസരിച്ച് ഇപ്പം 6.25 6.5 ആക്കിയിട്ടുണ്ട്. സോ അതിന്റെ എന്താണ് ഒരു ബേസ് എന്താണ്? അവര് അവിടെ കൂട്ടുന്നു, അതിനുള്ളത് കൊണ്ട് അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെ ഇവിടേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണോ? അതെന്തുകൊണ്ടാണ് അങ്ങനെയുള്ള? ഓക്കെ, വെരി ഗുഡ്. അഗൈൻ ആസ് യൂഷ്വൽ റമീസസ് ടഫ് ക്വസ്റ്റ്യൻസ്. സോ ഇതിൽ രണ്ട് പാർട്ടുണ്ട്. ഒന്ന്, US dollar, as we all know, is the global currency. That is supposed to be the safest currency. അവിടെയും റിസ്ക് റിട്ടേൺ ആണ് എല്ലാ ഇൻവെസ്റ്ററും നോക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ US-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ അവരുടെ 5%, അത് 4.4% അവരുടെ റെപ്പോ റേറ്റ്. അപ്പൊ ഞാൻ US-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവരുടെ ബോണ്ട് 4% ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നു വെക്കും. വളരെ സേഫ് ആണ്, ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ഇൻസ്ട്രുമെന്റ്. ഇപ്പൊ ഇന്ത്യയിൽ അതേ ബോണ്ട് എടുക്കുകയാണെങ്കിൽ 7% ഇൻട്രസ്റ്റ്. അപ്പൊ 3% ഇന്ത്യയിലെ കൂടുതലുള്ളത്. ഇപ്പോ ഇന്ത്യൻ റുപ്പി വിൽ ഗെറ്റ് ഡീവാല്യൂഡ് വിത്ത് US dollar around 3.5% ഇയർ ഓൺ ഇയർ. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത് കൊണ്ട് ഞാൻ എടുക്കുന്ന റിസ്കിന് അഡീഷണൽ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. 4% അവിടെ കിട്ടും, ഇവിടെ ആണെങ്കിൽ 7%, മിക്കവാറും 3%, 3.5% ഡീവാല്യൂ ആവും. ചിലപ്പോൾ US-ൽ കിട്ടുന്ന റിട്ടേൺ കുറയും. ആസ് എ ഇൻവെസ്റ്റർ ഐ വിൽ ഗെറ്റ് എ ലെസർ റിട്ടേൺ. അപ്പോ വാട്ട് വിൽ ഹാപ്പൻ ഈസ് anybody who has taken risk and invested in India will be tempted to pull the money back and put it in US. So that is one part to that. കുട്ടിയതിന്റെ ഒരു റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ, ഇപ്പോ RBI
കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഇതൊരു ഫാക്ടർ ആണെങ്കിലും ദ പ്രൈമറി ഫാക്ടർ ദേ ലുക്ക് അറ്റ് CPI ഇൻ ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയിലെ CPI നോക്കുകയാണെങ്കിൽ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 11 മാസത്തിലെ എന്താ പറയുക ലോവസ്റ്റ് ഡാറ്റ ആയിരുന്നു മാർച്ചിൽ വന്നത്. 5.4 5.6 എന്തോ ആയിരുന്നു. സോ ദ ഡാറ്റ ഈസ് ലോവസ്റ്റ് ഇൻ ദ ലാസ്റ്റ് 11 months. സോ ഏപ്രിൽ അവരുടെ മീറ്റിംഗിൽ അവർ പറഞ്ഞു വി ആർ നോട്ട് ഇൻക്രീസിംഗ് ദ റേറ്റ്, ദേ സ്റ്റക്ക് ടു ഇറ്റ് ഈവൻ ദോ US ഇൻക്രീസ് ബൈ 0.25 ഇൻ മാർച്ച്. അപ്പൊ അവർ മാറ്റിയില്ല. പക്ഷേ US ഇനിയും വന്ന് അടുത്ത മാസം ഒരു 0.5 കൂട്ടി എന്ന് പറഞ്ഞാൽ RBI വിൽ ബി ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ് നെക്സ്റ്റ് ടൈം. അപ്പൊ ഇത് രണ്ടും മേജർ ഫാക്ടേഴ്സ് ആണ്. അതിലിപ്പോ എങ്ങനെയാണ് അതിനൊരു വെയിറ്റേജ് കൊടുക്കുക എന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ബട്ട് ബോത്ത് ആർ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ മേക്കിംഗ് ദ ഡിസിഷൻ. പിന്നൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പൊ ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുറയുന്നതിനനുസരിച്ചിട്ട് നിഫ്റ്റിയിൽ ഇവർ ഫണ്ട് മാനേജേഴ്സ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് മീൻസ് അവരുടെ പാറ്റേൺ മാറ്റോ, അതെങ്ങനെയാണ് അവര് ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ട് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുമ്പോൾ ബാങ്കുകാരും FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നു എന്നുള്ളത് പോലെ അവിടെ ഫണ്ട് മാനേജേഴ്സ് അവരതെങ്ങനെയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്? മാനിപ്പുലേഷൻ അല്ല, മീൻസ് അവരെങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? എന്റെ അറിവിൽ അവരൊന്നും ചെയ്യില്ല കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയില് ഒരു സ്റ്റോക്ക് വരണമെങ്കിൽ ദ പ്രൈമറി കണ്ടീഷൻ ഈസ് യുവർ മാർക്കറ്റ് ക്യാപ്പ്. മാർക്കറ്റ് ക്യാപ്പ് സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറിയാൽ മാത്രമേ ഒരു സ്റ്റോക്ക് നിഫ്റ്റിക്കകത്ത് കയറാനും പുറത്തു പോകാനും പ്രോബബിലിറ്റി ഉള്ളൂ. അപ്പോ I don't think fund managers will do based on that, but fund managers can do a different thing. For example, generally when inflation comes in, FMCG കമ്പനികൾക്ക് നല്ല അടിയായിരിക്കും. അതായത് എസ്പെഷ്യലി റൂറൽ. ഇപ്പൊ ഒരു സാഷെ ഷാംപൂ 1 രൂപയാണെങ്കിൽ അത് 1 രൂപ 10 പൈസ 20 പൈസയൊക്കെ ആയപ്പോൾ അതിന്റെ വില ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ ജനറലി ദ FMCG കമ്പനീസ് വിൽ ഗെറ്റ് ഇമ്പാക്ട്. അവര് ഓവറോൾ ഫണ്ടിന്റെ എന്താ പറയാ പോർട്ട്ഫോളിയോ മാറ്റാം. They can change. Generally there are defensive എന്താ പറയാ സ്റ്റോക്സ്. IT ഒക്കെ ഡിഫെൻസീവ് എന്ന് പറയാം. കാരണം മാർക്കറ്റ് കണ്ടീഷനും അതിനുള്ള വോളറ്റിലിറ്റി റിലേറ്റീവ്ലി കുറവായിരിക്കും. അതേപോലെ ഫാർമ ഡിഫെൻസീവ് ആണ്. ബാക്കിയുള്ളതൊക്കെ റിലേറ്റീവ്ലി ഹൈലി വോളറ്റൈൽ ആണ്. അപ്പൊ അങ്ങനെ വല്ല മാറ്റമായിരിക്കും. അല്ലാതെ എന്റെ അറിവിൽ ഇൻഫ്ലേഷൻ വെച്ച് ഇവര് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഫണ്ട് മാനേജേഴ്സ് അത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ. അല്ല, എപ്പോഴും നമ്മൾ ഇൻഫ്ലേഷന്റെ കാര്യം പറയുമ്പോൾ FDയുടെ കാര്യം പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഈ ഒരു നിഫ്റ്റിയുടെ കേസ് അതെങ്ങനെയാണെന്നുള്ളത് അറിയാനുള്ള നിഫ്റ്റി ഈസ് നോട്ട് നോബഡി ഈസ് ഡിസൈഡിങ്. ഇത് ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരു സാധനമാണ്. അപ്പൊ അതില് ഐ ഡോണ്ട് തിങ്ക് ക്യാൻ ഡു മച്ച്. ഓക്കെ. Any other question? Srini, ഉണ്ടോ? ഇൻഫ്ലേഷനെ കുറിച്ച് എനിക്ക് സംശയമൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പൊ വേറെ മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ മനസ്സിലായി. സാരംഗ് എല്ലാ മീറ്റിംഗ് ജോയിൻ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. സംശയം വരാൻ മാത്രം ബുദ്ധി ഇല്ലാത്തോണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. സലീം, എനിത്തിങ്? ഒരു പോയിന്റ് പറയാന്ന് പറഞ്ഞില്ലേ ലാസ്റ്റ്? ഒരു പോയിന്റിലേക്ക് വരാം എന്ന് പറഞ്ഞത്, അതായത് കേരളത്തിന്റെ ഇൻഫ്ലേഷൻ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്, അത് ഒരു കളിയാണ്. അത് പിന്നെ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോക്കട്ടെ, ഡാറ്റ ഞാൻ എടുക്കാൻ പറ്റും. ഇടയ്ക്ക് നീതി ആയോഗിന്റെ റിസൾട്ടില് മീൻസ് കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് കേരളത്തിലാണ് ഇൻഫ്ലേഷൻ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് എന്നുള്ള ആ ഒരു റിപ്പോർട്ടാണോ പറയുന്നത്? അതല്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ, ഞാൻ കാണിച്ചത്. ഇതാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാ മാസവും ഇറക്കുന്ന ഇൻഫ്ലേഷൻ ഡേറ്റ. സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തിരിക്കുന്നു.
കാണുന്നുണ്ട്. ഓക്കെ. സോ ഇതാണ് എല്ലാ മാസം ഏകദേശം 12-ാം തീയതിയാണ് ഡാറ്റ വരിക. വർക്കിംഗ് ഡേ ഹോളിഡേ ആണെങ്കിൽ അടുത്ത വർക്കിംഗ് ഡേയിൽ വരും. സോ ഇതാണ് ഏപ്രിൽ 2023 ഡാറ്റ. സോ ഇത് എന്താ പറയാ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഒക്കെ പോട്ടെ. സോ ലെറ്റ് മീ ഗോ ടു സ്റ്റേറ്റ് ലെവലിലുള്ള ഡാറ്റ ഈസ് ഓക്കെ. ഇപ്പൊ ഈ നമ്പറാണ് ഞാൻ പേഴ്സണലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം 2012 100 ഇപ്പോ അത് 182.1. അതായത് എല്ലാ വർഷവും ഇഫ് യു മെഷർ ദ ഇൻഫ്ലേഷൻ ഇറ്റ് ഹസ് ഗോൺ ടു 182.1. ഇപ്പൊ ഇതിന്റെ ആവറേജ് നോക്കുകയാണെങ്കിൽ 177.2 ആണ്. ഇന്ത്യ മുഴുവനുള്ള ആവറേജ് എടുക്കുകയാണെങ്കിൽ 177.2 ആണ്. കേരളത്തിന്റെ നമ്പർ 183.6 ആണ്. അതായത് കേരള ഇസ് എബോവ് ആവറേജ്. അത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഒന്ന് നമ്മുടെ റെമിറ്റൻസ് ഒന്നും നമ്മുടെ പെർ ക്യാപിറ്റ കൂടുതലുകൊണ്ടും നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് കേരളത്തിന്റെ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ വൺ ഓഫ് ദ ഹയസ്റ്റ് ആണ് എപ്പോഴും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ റിലേറ്റീവ് ടേംസ് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 5-6 മാസം കേരളത്തിന്റെ ഇൻഫ്ലേഷൻ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരുന്നു. 5%, 5.5 ഒക്കെ ആയിരുന്നു. വൺ ഓഫ് ദ റീസൺ ടോൾഡ്, എനിക്ക് ശരിക്കും അറിയില്ല, വൺ ഓഫ് ദ റീസൺ ടോൾഡ് ഈസ് കേരളത്തില് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഈ റേഷൻ കട വഴിയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ വളരെ എഫിഷ്യന്റ് ആണ്. മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും അത്ര എഫിഷ്യന്റ് അല്ല. അവിടെ എന്താണ് വീറ്റിന്റെയും റൈസിന്റെയും ഒക്കെ വില സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂടി. പക്ഷെ കേരളത്തിൽ അത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇയർ ഓൺ ഇയർ ഇൻഫ്ലേഷൻ കുറവായി തോന്നിയത് നമുക്ക്. പക്ഷെ അബ്സല്യൂട്ട് നമ്പർ നോക്കി കഴിഞ്ഞ 10 കൊല്ലം നോക്കുമ്പോൾ വി ആർ വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ ഇന്ത്യ. നമ്മുടെ മുകളിൽ ആരെയുള്ളത്? ത്രിപുരയുണ്ട്, പിന്നെ തെലുങ്കാന ഉണ്ട്. ഇത് എക്സൽ ഇട്ടിട്ട് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ലേ? ആ ഒരു അല്ലേ, ആ ഒരു ഓർഡർ കിട്ടില്ലേ? കിട്ടും. നോക്കട്ടെ, ഞാൻ വേണേ ഇപ്പൊ തന്നെ ചെയ്തുതരാം. പക്ഷെ ഇത് ഒരു സ്റ്റാറ്റിക് നമ്പർ അല്ല കേട്ടോ. ഇത് എല്ലാ മാസവും ഡാറ്റ മാറിക്കൊണ്ടേയിരിക്കും. നമ്മള് ഇതാണ് ഫൈനൽ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അത് ചെയ്യും. പിന്നെ ഷിജു ചോദിച്ച അതേ ഇതാണ്. ഓരോരുത്തർക്കും നമുക്ക് ഉള്ള എന്താ പറയാ ഇമ്പാക്ട് വളരെ ഡിഫറെന്റ് ആയിരിക്കും. എനിക്ക് കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ എന്റെ മോൻ 3 കൊല്ലം സ്കൂൾ കോളേജിൽ പോയി. അപ്പൊ എനിക്ക് എന്റെ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ സിഗ്നിഫിക്കൻ്റായി കൂടും. അത് കഴിഞ്ഞ് കുറയും. പുള്ളി പഠിത്തം കഴിഞ്ഞതും അതിന്റെ ഇമ്പാക്ട് കുറയും. അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ആശുപത്രിയിൽ 2 കൊല്ലം ട്രീറ്റ് ചെയ്തു, അച്ഛനെയും അമ്മയെ ട്രീറ്റ് ചെയ്തു, ആ സമയത്ത് ഇൻഫ്ലേഷൻ കൂടും, മെഡിക്കൽ ഇൻഫ്ലേഷൻ കൂടും, പിന്നെ അത് കുറയും. അത് വളരെ വളരെ ഡൈനാമിക് ആണ്. കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, കുറച്ച് പണിയെടുക്കേണ്ടി വരും. ഞാൻ ചെറുത് ഈ ആൻഡമാനൊക്കെ ഡിലീറ്റ് ചെയ്യാം. പെട്ടെന്ന് നോക്കണം. ചണ്ഡീഗഡ് ഇതൊക്കെ യൂണിയൻ ടെറിട്ടറീസ് ആണ്. തമിഴ്നാട് ഇങ്ങോട്ട് മാറ്റാം. എക്സലിന്റെ കുഴപ്പമാണ്. ചില സ്റ്റേറ്റ് വലിയ പേരായതുകൊണ്ട് അത് 2 കോളം ഓക്യുപ്പൈ ചെയ്യും. ഓക്കെ, കിട്ടി. ത്രിപുര ടോപ്പ്, സിക്കിം, തെലങ്കാന, മണിപ്പൂർ, തമിഴ്നാട്, കേരള. കോൺസ്റ്റന്റ് ഡൽഹിയിലാണ് ഏറ്റവും കുറവ് ഇൻഫ്ലേഷൻ. അവർക്ക് എന്തൊക്കെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അത് അവരുടെ ഡാറ്റ എക്സാക്ട്ലി കറക്റ്റ് അല്ല. കാരണം സാധാരണ സ്റ്റേറ്റിൽ ചെയ്യുന്ന പല എക്സ്പെൻസും അവിടെ സെൻട്രൽ ഗവൺമെന്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അനോമലിയാണ്. അതർവൈസ് വി ആർ ഇൻ ദ ടോപ്പ് 4 or 5. യൂണിയൻ ടെറിട്ടറി അല്ലേ?
അല്ല, അത് സ്റ്റേറ്റ് അല്ലേ? പക്ഷെ അവിടെ നാഷണൽ ക്യാപിറ്റൽ ആയതുകൊണ്ട് അവിടെ പോലീസ് അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അവിടെ നിയമങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. അതെ അതെ. നമ്മള് 7ാമതാണ്, 6ാമതാണ്. ഓക്കെ. ആവറേജ് 177. നമ്മള് വലിയ ഡിഫറൻസ് ഒന്നും അല്ല, പക്ഷെ ഇറ്റ്സ് ഹൈ. ഇറ്റ്സ് നോട്ട്. സോ വേണമെങ്കിൽ ഇപ്പോ XIR എടുക്കുകയാണെങ്കിൽ 100 എടുക്കുക. അപ്പൊ ഇതിന് എളുപ്പമാണ് ചെയ്യാൻ. ഏകദേശം 11 കൊല്ലായി. 11. ഓക്കെ. ഇപ്പൊ കേരളത്തില് 5.68 ആണ് കഴിഞ്ഞ 11 കൊല്ലമായിട്ട്. ടോപ്പ് 6.16, ബോട്ടം 4.6. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. ഞാനെന്നാ ആ സെഷനിൽ നിന്ന് ജോയിൻ ചെയ്യട്ടെ. താങ്ക്സ് ഫോർ ദ സെഷൻ. ഇനി അടുത്ത ആഴ്ച ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കില്ല അടുത്ത ആഴ്ച? ഓക്കെ ഓക്കെ, അടുത്ത ആഴ്ച കാണാം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. താങ്ക് യു. ശരി. താങ്ക് യു.